ഏഷ്യ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെ തകർത്ത് ഇന്ത്യ കിരീടം നേടിയതിൽ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൈതാനത്തും ഓപ്പറേഷൻ സിന്ദൂർ ഫലം ഒന്ന് തന്നെ, ഇന്ത്യ ജയിച്ചു എന്ന പ്രധാനമന്ത്രിയുടെ എക്സ്പോസ്റ്റ്. മുഹമ്മദ് റയീസ് ചിഹ്നം ചെയ്യുന്നു. റയീസ്, രാജ്യത്തെ അഭിമാന ഓപ്പറേഷൻ സിന്ദൂറുമായി ഉപമിച്ച് ഇന്ത്യയുടെ ജയം, ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. വിവരങ്ങൾ. തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ആ ഒരു സ്പിരിറ്റിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയണം. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ, ഒപ്പം തന്നെ റിസൾട്ട് രണ്ടിടത്തും സെയിം തന്നെയാണ്, ഒന്ന് തന്നെയാണ്. ഇന്ത്യ ജയിച്ചിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ അത് പാകിസ്ഥാനുള്ള മറുപടിയാണ്. കേവലം ഒരു അഭിനന്ദനം മാത്രമല്ല, മറിച്ചത് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനാണ് വിജയിച്ചത്, പാകിസ്ഥാനാണ് മേൽക്കൈ ഉണ്ടായത് എന്ന് രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ വരുന്നു. അതിനപ്പുറത്തേക്കൊക്കെ കളിക്കളത്തിലൊക്കെ വലിയ അവകാശവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ പാക് പോരാട്ടത്തിൽ ഹാരിസ് റൌഫ് കാണിച്ച അദ്ദേഹത്തിന്റെ വിക്ടറി സെലിബ്രേഷൻ, അത് പാകിസ്ഥാന്റെ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ പാകിസ്ഥാൻ തകർത്തു എന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു സെലിബ്രേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ ഈ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെയും തകർക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞു എന്ന തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ നടത്തി. അതിനിന്ന് ഇന്ത്യയുടെ വജ്രായുധം ജസ്പ്രീത് ബുംറ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൂടി കളിക്കളത്തിൽ തന്നെ നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ വിക്കറ്റ്, അദ്ദേഹത്തിന്റെ സ്റ്റെമ്പ് എറിഞ്ഞിട്ടുകൊണ്ട്, ഹാരിസ് റൌഫിന്റെ സ്റ്റെമ്പ് എറിഞ്ഞുടച്ചുകൊണ്ട് ജസ്പ്രീത് ബുംറ ആ ഒരു വിമാനത്തിന് സെലിബ്രേഷൻ, ആ ഒരു വിവാദ സെലിബ്രേഷനൊക്കെയും മറുപടി നൽകുന്നത് നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദി കൂടി അത്തരത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ കൂടി പരാമർശിച്ചുകൊണ്ട് ഈ ഒരു അഭിനന്ദനം അത്തരത്തിലാക്കി മോദി മാറ്റിയിരിക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട്. കായികമായിട്ടുള്ള കാര്യം മാത്രമല്ല, മറിച്ച് രാഷ്ട്രീയം കൂടി ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ളൊരു അഭിനന്ദനമാണ് എന്തായാലും പ്രധാനമന്ത്രി കൂടി അറിയിച്ചിരിക്കുന്നത്. സുഹൈൽ, എന്തായാലും പ്രധാനമന്ത്രി ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിച്ചിരിക്കുന്നു. മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.